വിസിബിലിറ്റി കൂടുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഒരു സംഭവം എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഒരു സംഭവം പോലെ തന്നെ നമ്മൾ ലോകമെമ്പാടും നടക്കുന്ന ക്രൈമുകളും നമ്മൾ അത്രയധികം കേൾക്കുന്നുണ്ട്, അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട് എന്നുള്ളതാണ്. പണ്ടൊക്കെയും സ്കൂളുകളിലാണെങ്കിലും നടന്നിട്ടുള്ള ഇപ്പം അധ്യാപകരെ സ്കൂളിൽ ക്ലാസ് റൂമിലൊക്കെ പൂട്ടിയിട്ടിട്ടുള്ള കഥകളൊക്കെ എൻ്റെ അച്ഛൻ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പ്രിൻസിപ്പളിനെ ഖരാവോ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു വിഷയമാണ്. അന്ന് അത് അവരുടെ ഒരു സ്കൂളിലും ഇന്നിപ്പോൾ അച്ഛൻ പറയുന്ന കഥകളിലും ഒതുങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ തലമുറകളിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇന്നിപ്പോൾ അത് കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇൻറ്റൻസിറ്റി കൂടാനുള്ള സാധ്യത ഉണ്ടാവണം. കാരണം ഇപ്പം നമ്മൾ പേരൻറ്റിങ്ങിലേക്ക് വരികയാണെങ്കിലും ഇപ്പോഴത്തെ പേരൻസ് ആണെങ്കിലും നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് പണ്ടത്തെ സെറ്റ് പാറ്റേണുകളൊന്നും വെച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികളെ പേരൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതൊരു ഫാക്റ്റാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനറേഷൻ മാറിയിട്ടുണ്ട്. ഡിജിറ്റൽ യുഗത്തിലേക്ക് ജനിച്ചു വീണിട്ടുള്ള കുട്ടികളാണ്. ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ് കണ്ടു വളരുന്ന കുട്ടികളാണ്. അവർക്ക് അവരുടെ ബൗണ്ടറീസിനെ കുറിച്ചും അവരുടെ റൈറ്റ്സിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണകളുള്ള കുട്ടികളാണ്. അപ്പോൾ അവരോട് ഇത് മൈ ഹോം മൈ റൂൾസ് എന്നുള്ള തരത്തിൽ നമ്മൾ അത്തരം പേരൻറ്റിങ് പാറ്റേണുകൾ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്.